നമ്മൾ എന്തിന് ജനിച്ചു? നമ്മുടെ ജീവിത ഉദ്ദേശം എന്താണ്? ഇങ്ങനത്തെ വലിയ വലിയ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടോ? ജീവിതം നമ്മൾ പഠിച്ചു, നമ്മൾ ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞ് ജോലിയിൽ കയറി, പിന്നെ ഒരു ഓട്ടമാണ്. മരണം വരെ ഒരു ഓട്ടം. പലപ്പോഴും ഇടയ്ക്കൊന്ന് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഞാൻ ചെയ്തത് ശരിയാണോ? എൻ്റെ ശരിക്കും ആഗ്രഹം ഇതാണോ? നിങ്ങൾ ജീവിതത്തിൽ അവസാന ദിവസങ്ങളിൽ ഒരു വിശകലനം നടത്തിയാൽ, ഞാൻ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളായിരുന്നോ എനിക്ക് ഏറ്റവും താല്പര്യം, ഏറ്റവും ഇഷ്ടം എന്നൊന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ തന്നെ നമുക്ക് ഒരു വിശകലനം നടത്തിക്കൂടെ? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ജീവിതം നമുക്ക് ശരിക്കും താല്പര്യമുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്ത് ജീവിക്കുന്നത് എന്നുള്ളൊരു വിശകലനം. എന്നിട്ട് ആരിൽ നിന്നും പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് അത് പ്രാവർത്തികമാക്കി മുമ്പോട്ട് നീങ്ങാം. അപ്പൊ ജീവിതം നമുക്ക് കുറച്ചുകൂടി ഫലപ്രദമായി, കുറച്ചുകൂടി എഫക്റ്റീവായി, കുറച്ചുകൂടി പാഷനേറ്റായി നമുക്ക് ജീവിക്കാൻ സാധിച്ചെന്നിരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇക്കിഗായ് എന്ന ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഇത് ഓക്കിനാവ എന്നൊരു ജാപ്പനീസ് ഐലൻഡിൽ തുടങ്ങിയ ഒരു കാര്യമാണ് ഇക്കിഗായ്. ഇന്നത്തെ വീഡിയോ ഇക്കിഗായ് എന്താണെന്ന് നമുക്ക് ചുരുക്കി നോക്കാം. അപ്പൊ ഇതാണ് ഇക്കിഗായുടെ പടം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം എഴുതുക. ചിലപ്പം ഡാൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും, ചിലപ്പം പടം വരയ്ക്കാൻ താല്പര്യമുള്ളവർ കാണും, പാട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയാത്മകമായ കഴിവ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ചിലർക്ക് കവിത എഴുതാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ എഴുതുന്നു. ഇത് 50 100 കാര്യങ്ങളാകാം. ചിന്തിച്ച് എഴുതുക. അപ്പൊ ഇതിന് നിങ്ങൾ 1 2 ദിവസം എടുത്ത് എഴുതുക. ഒരു ബുക്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നു. ചിലപ്പോൾ സോഷ്യൽ സർവീസ് ആകാം, ചിലപ്പം നമുക്ക് ടെക്നോളജി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു കാണും, പക്ഷെ നമ്മൾ എടുത്ത സബ്ജക്ട്സ് വേറെ ആയിരുന്നു കാണും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് പഠിക്കണം, അല്ലെങ്കിൽ ഹോബി കോഡിംഗ് പഠിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടോ? എല്ലാം എഴുതുക. ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. ഇതിന് നമ്മളിപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, ഏതാണ് കൂടുതൽ പ്രാധാന്യം എന്നൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ആദ്യം വി ആർ മേക്കിംഗ് എ ബിഗ് ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് വി വാണ്ട് ടു ഡു. അപ്പൊ ഇതിന്റെ മോളിൽ എഴുതുക ഐ ലവ് ടു ഡു ദീസ്. എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലിസ്റ്റിനെ ഒന്ന് ചെറുതാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ 3 രീതിയിൽ ഇതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. ആദ്യമായി ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക. ഐ ആം ഗുഡ് അറ്റ് ദിസ്, ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്, ഐ ആം ഗുഡ് അറ്റ് ദിസ് ഇലക്ട്രോണിക്സ്, ഐ ആം ഗുഡ് അറ്റ് ദിസ്, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം കഴിവുള്ള കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റാറോ എന്തെങ്കിലും ഇട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ വലിയ ലിസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഇതിൽ തന്നെ ഇപ്പം കഴിവില്ല, പിന്നെ നമുക്ക് പഠിച്ചെടുത്ത് ഈ കഴിവ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ മാർക്ക് ഇടുക, ഒരു ഡയമണ്ട് ഇട്ട് മാർക്ക് ഇടുക. അപ്പൊ എസെൻഷ്യലി വി ആർ ഷോർട്ടനിങ് ദ ലിസ്റ്റ്. ഇപ്പൊ എനിക്ക് തലകുത്തനെ നിൽക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് 67 വയസ്സായി. ഇപ്പം ശീർഷാസനം ചെയ്യാൻ പറ്റിയ ഹാൻഡ് സ്റ്റാൻഡ് പറ്റുകയില്ല. അപ്പൊ അത് റിസ്കിയാണ്. എൻ്റെ പ്രായത്തിൽ മറിഞ്ഞു വീണാൽ, ഫ്രാക്ചറൊക്കെ ഈ പ്രായത്തിൽ വന്നാൽ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുക. ക്ലിയർ? അപ്പൊ ലിസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ചെറുതായി. ഇത് നിങ്ങൾ ചിന്തിച്ച് കാണുകയില്ല. ഇത് വേറെ ഈ കാര്യങ്ങൾ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമുണ്ടോ എന്നോ ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്കൊരു സർക്കിളിൽ മാർക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പം കോഡിംഗ് പഠിച്ചു, അത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടോ, മറ്റുള്ളവർ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമോ? അപ്പൊ നിങ്ങളൊരു കാര്യം പഠിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ? നിങ്ങൾ ഡാൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ആ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ലോകത്തിന് ഡാൻസ് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിലൊന്ന് ചിന്തിക്കുക. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുമോ എന്നൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമോ എന്നൊന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്ന് മാർക്ക് ചെയ്യുക. ഇനിയാണ് 4ാമത്തെ ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഈ 4ാമത്തെ ഐഡന്റിഫിക്കേഷൻ, ഇതിനെന്തെങ്കിലും വിലയുണ്ടോ? അതായത് ലോകം ഇതിന്
ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ടാഗ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് പൈസ തന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ സർവീസ് അല്ലെങ്കിൽ ഈ സാധനം വാങ്ങിക്കുമോ എന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് രൂപയുടെ ഒരു മാർക്ക്, റുപ്പിയുടെ ഒരു മാർക്ക് ഇട്ട് വരാം. ഇതിനെന്തെങ്കിലും കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ എന്ന്. അപ്പം ചുമ്മാ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, ആർക്കും ഒരു പ്രയോജനവുമില്ല, ആർക്കും ആവശ്യവുമില്ല, അതിനൊരു വിലയുമില്ലെങ്കിൽ നമ്മൾ ആ സമയം നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിലയിടുന്നത്. കാരണം നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫലം കൂടി ഉണ്ടാവണം. നമുക്ക് ജീവിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇൻകവും ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വ്യർത്ഥമാണല്ലേ. അപ്പൊ ഇവിടെ ഈ ഇക്കിഗായിയുടെ ലക്ഷ്യം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. ഉദാഹരണത്തിന് പേരൻസിന്റെ നിർബന്ധം കൊണ്ട് ചിലർ ഡോക്ടേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ ചിലർ എഞ്ചിനീയർ ആവുന്നു. അപ്പോൾ അവർ ജീവിതം മുഴുവൻ ഒരു താല്പര്യമില്ലാത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു എഞ്ചിനീയറായിട്ട് ജീവിച്ച് മരിക്കുന്നു. അതിനു പകരം എന്തായാലും നമ്മൾ തൊഴിൽ ചെയ്യണം. തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിൽ നമ്മുടെ താല്പര്യവും ലോകത്തിന്റെ താല്പര്യവും ആയിട്ടൊന്ന് അലൈൻ ചെയ്യുന്നു. ഇതാണ് ഇക്കിഗായുടെ ലക്ഷ്യം. അപ്പൊ ചുമ്മാ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നതല്ല, നമുക്കും ലോകത്തിനും ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യം ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നു. അതിൽ നിന്നും നമുക്ക് ഇപ്പം ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളും പഠിച്ച് കഴിവ് മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമുണ്ടാകുമോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനാരെങ്കിലും എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വില നൽകാൻ തയ്യാറാണോ എന്നുകൂടി ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ 3 മാർക്സുമുള്ള, അതായത് സ്റ്റാർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, രൂപയുടെ മാർക്കുണ്ട്. ഈ 3 മാർക്കുള്ള കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതായത് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിവ് നേടിയെടുക്കാം, പിന്നെ ഇത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട്, ലോകത്തിന് ആവശ്യമുണ്ട്, പിന്നെ ഇതിന് വിലയുമുണ്ട്. ഇത്രയും ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്ന് ഒന്ന് ചിന്തിക്കുക. ഇതാണ് ഇന്നത്തെ ഇക്കിഗായ്. ഞാൻ ഇതിന്റെ പടത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിനെക്കുറിച്ചുള്ള ബുക്കും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് സമ്മറി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇക്കിഗായെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ലോകത്തിന്റെ താല്പര്യവുമായിട്ട് അലൈൻ ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.